നാടിൻ്റെ പേരല്ല തങ്കമണി, പെണ്ണിൻ്റെ പേരല്ല തങ്കമണി. ഒരുവളെ ഇറങ്ങി പോയതല്ലേ കേരളി. നല്ല പടം, നല്ല പടം. സൂപ്പർ തിരിച്ചു വരവാ, ഒരു രക്ഷയില്ല. പൈസ കൊടുത്ത ദമ്മസിങ് ഒരു രക്ഷയില്ല. തിരിച്ചു വരവെന്ന് വെച്ചാൽ അടിപൊളി തിരിച്ചു വരവാണ്. അടിപൊളി അടിപൊളി എന്റർടൈൻമെന്റ് മൂവി കേട്ടോ, സൂപ്പർ മൂവി, അടിപൊളി മൂവി. കാരണം ദിലീപേന്റെ ഒരു ബാക്ക് തിരിച്ച് വരവാണ്, അത് അടിപൊളി സിനിമ. ഇത്ര നാള് ഇങ്ങനൊരു സംഭവം നടന്നൊരു കാര്യം സങ്കടം വരട്ടോ, ശരിക്കും മനസ്സിന് സിനിമ കണ്ടപ്പോഴത്തേക്ക് കൊള്ളാൻ നന്നായിട്ടുണ്ട്. രതീഷൻ്റെ ഡയറക്ഷനിലെ രണ്ടാമത്തെ മൂവിയാണ്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങൾ പുതിയ ഒരുപാട് പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. നല്ല മൂവിയാണ്. സൈമൺ എന്ന് പറയുന്ന കഥാപാത്രം, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി. ശരിക്കും സങ്കടം വരുന്ന കാഴ്ചകളാണ്, നല്ല ഫീലാണ്, ഒരു രക്ഷയില്ല. എന്നെ കൊണ്ട് ആരും പറഞ്ഞു പറയിപ്പിക്കുന്നതല്ല, എൻ്റെ ഉള്ളിൽ തട്ടി ഫീലാണ് ആ ഫിലിം കാണുന്നത്. നമ്മുടെ പഴയ ദിലീപ് തിരിച്ചു വരുന്നു, കറക്റ്റ്. നാടിൻ്റെ പേരല്ല തങ്കമണി, പെണ്ണിൻ്റെ പേരല്ല തങ്കമണി, കാക്കിക്കുത്താടിയ തങ്കമണി, ദിലീപ് ഏട്ടൻ്റെ തങ്കമണി. അപ്പോൾ 1986 കഥ അതേപതി ആസ്തമാക്കി ദിലീപേട്ടൻ്റെ പക്ക കോമഡി ഉപരി ഒരു സാധാരണ മിമിക്രിക്കാരൻ അവാർഡ് കൊടുക്കില്ല. പക്ഷെ പറയും ശരിക്കും പറയും ഈ പടത്തിനൊക്കെ അവാർഡ് കിട്ടേണ്ട എല്ലാവിധ ചേരുവകളുള്ളൊരു മാസ് മസാല എൻ്റർടൈൻമെൻറ്റാണ്, ക്രൈം ത്രില്ലറാണ്. അപ്പോൾ ദിലീപേട്ടന് മാസ് പറ്റുമെന്ന് തെളിയിച്ചൊരു നമ്മുടെ ഉടല സംവിധായകൻ്റെ ഒരു മികച്ച ദിലീപേട്ടൻ്റെ ഒരു അഭിനയ മികവും മികച്ചതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ പാപ്പന് ശേഷം നീതാപ്പിള്ള ഗംഭീരമായിട്ട് പ്രണയം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സിദ്ദിഖയുടെയൊക്കെ ഗസ്റ്റ് അപ്പിയറൻസ് മികച്ചതായിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു ജനപ്രിയ നായകൻ ഒരു ദിലീപേട്ടൻ്റെ ഒരു ഇതിഹാസ ചിത്രമായിരിക്കും തങ്കമണി. നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള പടമാണ്. രതീഷ് ചേട്ടൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വളരെ നല്ല രസമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ചെയ്തിരിക്കുന്നത്. അതായത് രതീഷ് ചേട്ടൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡയറക്ഷനാണ്. അതായത് വെച്ച് കഴിഞ്ഞാൽ ഉടലിനേക്കാൾ ബെറ്ററായിട്ട് ദിലീപേട്ടൻ നമുക്ക് വേറൊരു എന്താ പറയണ നമ്മൾ കോമഡീനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ട് അതൊരു റിയൽ സ്റ്റോറി നമുക്ക് തിയേറ്ററിൽ വന്ന് വാച്ച് ചെയ്ത് പോകാം. ക്ലാസ് ലുക്കായിരുന്നേ, ദിലീപേട്ടൻ അടിപൊളിയായി, പടം സൂപ്പറാണ്, കുഴപ്പമില്ല, കാണാം, നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്, കണ്ടിരിക്കേണ്ട മൂവിയാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അതുക്കും മേലെന്ന് പറയില്ല, അതുപോലെ തന്നെയാണ് വരുന്നത്. ഒരുപാട് സന്തോഷം. ഞാൻ ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നല്ല. അതെ, നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ ഇതിലൂടെ ഒരു ഭാഗം സഹിച്ചു. അത് നിങ്ങൾ ചോദിക്കൂ. ഹലോ, ഒന്നുമില്ല ചോദിക്കാൻ. പറഞ്ഞ നമ്മളെല്ലാവരും ഒന്നു തന്നെയല്ലേ, നമ്മളൊന്നുമില്ല, എല്ലാവരും. അതെ, ഭയങ്കര സന്തോഷം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് അവരുടെ ഫസ്റ്റ് ഷോ കാണുക എന്നുള്ളതിന് ഭയങ്കര സന്തോഷം. സിനിമ തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞാൽ പ്രേക്ഷകർന്നോ നമ്മളൊന്നും എല്ലാവരും ഈക്വലാണ്, നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നത്. അപ്പം ഞാനായിട്ട് കാണുന്നു, നമ്മുടെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നവരാണ് നിങ്ങളല്ല. അപ്പം നിങ്ങളുടെ കൂടെ ഒന്നിച്ചെന്ന് കാണുമ്പോൾ അത് ഭയങ്കര സന്തോഷം. ഇഷ്ടപ്പെട്ടു. അതെ, ഇത് ചോദിക്കാനൊന്നുമില്ല, മൈക്ക് മാത്രം. ഞങ്ങൾ എന്താ പറയുക, നിങ്ങൾ കണ്ടിട്ട് എന്താണ് ഇഷ്ടപ്പെട്ടത്? ദിലീപേട്ടൻ്റെ പെർഫോമൻസ് കൊള്ളാം, പിന്നെ ഇമോഷണൽ കണക്ഷൻ എല്ലാം കണക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും വന്ന് തിയേറ്ററിൽ കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇതൊരു റിയൽ സ്റ്റോറിയാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും വന്ന് കാണുക, കണ്ട ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. പടം ഇതൊരു റിയൽ ഇൻസിഡൻ്റ് ആണ്. ഇപ്പോൾ റിയൽ ഇൻസിഡൻസിനാണല്ലോ ഏറ്റവും അധികം കാഴ്ചക്കാരും എല്ലാം ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഇങ്ങനെ പഴയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും അറിവില്ലായിരുന്നു, പത്രങ്ങളിലൂടെ ഇതൊക്കെ കേട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ശരിക്കും നടന്നു എന്നുള്ളതും അറിയായിരുന്നു. പിന്നെ ഇതിലൂടെ ദിലീപേട്ടൻ എന്താ പറയുക, ഒരു ആക്ഷൻ ഹീറോ അല്ലേ, മാസ് പടം പോലെ സംഭവം കേട്ടുള്ളൂ. ഇപ്പോഴാണ് ഇന്ന് നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് കണ്ടപ്പോൾ ഇതാണ് തങ്കമണി സംഭവം എന്നുള്ളത്
മനസ്സിലായതും കുറേ ഫാക്ട്സുകൾ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ദിലീപേട്ടൻ്റെ ഒരു അല്ലേ നല്ല ഒരു ഭയങ്കര ഗംഭീരമായിരിക്കും, ഭയങ്കര നമ്മൾ പ്രതീക്ഷിച്ചതിന് ആക്ഷൻ ഹീറോ ആ ലെവലായി. ഓക്കെ, പടം നല്ല സൂപ്പർ പടമാണ്. ഇതുവരെ ദിലീപേട്ടൻ ചെയ്യാത്ത, നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, നിങ്ങളെല്ലാം ചെറുപ്പക്കാരാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്നതായിരുന്നു. അന്നൊക്കെ പത്രം വായിക്കാൻ തന്നെ പേടിയായിരുന്നു. ഇന്നത്തെ പോലീസല്ല അന്നത്തെ പോലീസ്. അന്നത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് പോലീസ് യൂണിഫോം ധരിച്ചാൽ ആരുടെ മേലും എന്ത് കൊള്ളരുതായ്മയും ചെയ്യാവുന്നൊരു കാലഘട്ടമായിരുന്നു. അന്നത്തെ ആ പോലീസ് ഭീകരത, പോലീസ് നരനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ രതീഷ് രഘുനന്ദൻ അതുപോലെ തന്നെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി എടുത്തു പറയേണ്ട ഒരു വിഷയം, നമ്മുടെ പ്രിയപ്പെട്ട ദിലീപ്, ജനപ്രിയ നായകൻ ദിലീപേട്ടൻ ഇന്ന് വരെ ചെയ്യാത്തതിൽ ഏറ്റവും അതിഗംഭീര ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഈ സിനിമ ഒരു വൻ വിജയമായി തീരും, ഒരു സംശയം വേണ്ട. നന്ദി.